ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്പൈസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മാമ്പഴ പുളിശ്ശേരി കേട്ടോ. ചേച്ചി നാട്ടിൽ നിന്ന് കുറച്ച് മാമ്പഴമൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് നല്ല പഴുത്ത മാങ്ങ ഇരിപ്പുണ്ട്. അത് നമുക്ക് എടുത്ത് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ഇതിനാവശ്യമായ കടുക് പൊട്ടിക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, വറ്റൽമുളക്, കരിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മാങ്ങ നല്ലപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ് ഒരു പാനെടുത്ത് തൊലി കളഞ്ഞ മാങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടൊന്ന് വേവിക്കാൻ വെക്കാം. ഇത് വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ എടുക്കുക. അതിൻ്റെ അകത്തോട്ട് ഒരു കഷ്ണം വെളുത്തുള്ളി, ചെറുജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടെ അരച്ച് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങയിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് കുറച്ച് തൈര് ആവശ്യമാണ്, ചെറിയൊരു പുളിരസവും കൂടെ വേണം. അപ്പോൾ നമുക്കിത് നല്ലപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മാത്രം തൈര് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ചൂട് കൂടുതലാണെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. നമ്മളൊന്ന് ചൂടായി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് തൈര് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കതിന് ശേഷം ഒരു പാൻ എടുത്ത് വെക്കുക. അതിലേട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് പൊട്ടിക്കാൻ എപ്പോഴും വെളിച്ചെണ്ണ ആട്ടോ നല്ലത്. പിന്നെ അതിലോട്ട് കുറച്ച് കടുക് ഇടുക. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നല്ല പൊട്ടി വരുന്നുണ്ട്. നമുക്ക് നല്ലപോലെ കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് കുറച്ച് കൊച്ചുള്ളിയും കരിവേപ്പിലയും വറ്റൽമുളകും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വാടി ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കിനും നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്നതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പം തന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ കളറൊന്ന് വേറെ ലെവലായിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മാങ്ങാ പുളിശ്ശേരി നല്ലപോലെ ഇളക്കി മിക്സാക്കി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ വെള്ളം ഊറും. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട. ഓക്കെ, ബൈ.